കാഞ്ഞങ്ങാട് രാജധാനി ജ്വല്ലറി കവർച്ചാ കേസിൽ പിടിയിലായ പ്രതി അബ്ദുൾ ലത്തീഫ് കാഞ്ഞങ്ങാട് ഗാർഡൻ വളപ്പിൽ വാങ്ങിയ പറമ്പിൽ മൈൻ സ്വീപ്പിംഗ് സ്ക്വാഡ് സ്വർണം കണ്ടെത്താനായി പരിശോധന നടത്തി. രാജധാനി ജ്വല്ലറി കവർച്ചാ കേസിൽ പിടിയിലായ മുഖ്യപ്രതി അബ്ദുൾ ലത്തീഫ് 58 ലക്ഷം രൂപയ്ക്ക് കാഞ്ഞങ്ങാട് വാങ്ങിയ വീട്ടുപറമ്പിൽ സ്വർണം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന നിഗമനത്തിൽ 5-അംഗ മൈൻ സ്വീപ്പിംഗ് സ്ക്വാഡ് പരിശോധന നടത്തി. ജില്ലയിൽ ഇതാദ്യമായാണ് ഒരു കവർച്ചാ കേസിൽ മൈൻ സ്വീപ്പിംഗ് സംഘത്തിന്റെ സഹായം തേടുന്നത്. മൈൻ സ്വീപ്പിംഗ് സ്ക്വാഡ് പരിശോധന നടത്തുന്നതറിഞ്ഞ് നാട്ടുകാർ പറമ്പിൽ തടിച്ചുകൂടി. ഡിവൈഎസ്പി ജോസി ചെറിയാന്റെ മേൽനോട്ടത്തിലായിരുന്നു മൈൻ സ്വീപ്പിംഗ് സംഘത്തിന്റെ പരിശോധന. കവർച്ച നടത്തിയതിൽ ഇതുവരെയായി 4 കിലോ 350 ഗ്രാം സ്വർണം കണ്ടെടുത്തു. പ്രതി ലത്തീഫിന്റെ ബടാൽ കല്ലഞ്ചിറയിലെ വീട്ടിലും മൈൻ സ്വീപ്പിംഗ് സ്ക്വാഡ് പരിശോധന നടത്തി. കഴിഞ്ഞ മാസം കണ്ടെടുത്ത 1 കിലോ സ്വർണം കോടതിയിൽ ഹാജരാക്കി.